കൊച്ചിയുടെ വടക്കേ തീരത്ത് കടലിനകെ തലമുറകളായി ജീവിക്കുന്ന ഒരു ജനത ഇന്ന് അവരുടെ വീടും നിലവും ജീവിതവും വഖഫ് എന്ന ഒരേയൊരു വാക്കിനാൽ ചോദ്യം ചെയ്യപ്പെടുകയാണ്. ഇതാണ് മുനമ്പം വഖഫ് ഭൂമി പ്രശ്നം. കേരളം കണ്ട ഏറ്റവും സങ്കീർണമായ ഭൂമി മത നിയമ വിവാദങ്ങളിലൊന്ന് മുനമ്പം സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിലാണ്. ഇവിടെ താമസിക്കുന്നത് പ്രധാനമായും മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾ ആണ്. ദാരിദ്ര്യരേഖയ്ക്ക് അടുത്ത് ജീവിക്കുന്ന സാധാരണക്കാർ. ചില കുടുംബങ്ങൾ 70-80 വർഷത്തിലേറെ പഴക്കമുള്ള താമസക്കാർ ആണ്. ഇവർക്ക് വീടു നമ്പർ, കരം അടച്ച സീതുകൾ, വൈദ്യുതി, വെള്ളം കണക്ഷൻ, റേഷൻ കാർഡ്, വോട്ടർ ID എല്ലാം വർഷങ്ങളായി ലഭിച്ചിരുന്നു. പ്രശ്നത്തിൻ്റെ മൂലകാരണം ഈ ഭൂമി വഖഫ് ആണോ എന്നത് ആണ്. ഈ ഭൂമിയെക്കുറിച്ച് ഒരു ഘട്ടത്തിൽ കേരള സ്റ്റേറ്റ് വഖഫ് ബോർഡ് വാദിച്ചു ഈ ഭൂമി വഖഫ് സ്വത്താണ്. ഇവിടെ താമസിക്കുന്നവർ അനധികൃതരാണ്. ഇതോടെയാണ് യഥാർത്ഥ പൊട്ടിത്തെറി സംഭവിച്ചത്. വഖഫ് എന്നത് എന്താണ്? വളരെ ലളിതമായി നോക്കാം. വഖഫ് എന്നത് ഒരു മുസ്ലിം വ്യക്തി മതപരമോ സന്നദ്ധമോ പൊതുപ്രയോജനമോ ലക്ഷ്യമാക്കി ദൈവനാമത്തിൽ ദാനം ചെയ്യുന്ന സ്വത്താണ്. വഖഫ് ആക്കിക്കഴിഞ്ഞാൽ അത് വിൽക്കാൻ പാടില്ല, മറ്റൊരു ഉപയോഗത്തിനും മാറ്റാൻ പാടില്ല. വഖഫ് ബോർഡ് ആണ് സംരക്ഷകൻ. പക്ഷേ ഇവിടുത്തെ പ്രശ്നം എന്താണ്? മുനമ്പം ഭൂമി ശരിക്കും ഒരിക്കലെങ്കിലും വഖഫ് ആയി രജിസ്റ്റർ ചെയ്തിരുന്നുണ്ടോ? അതിൻ്റെ ആധികാരിക എവിടെയാണ്? ഇതാണ് ഇന്ന് നാട്ടുകാരുടെ പ്രധാന ചോദ്യം. നാട്ടുകാർ പറയുന്നത് ഞങ്ങൾ കയ്യേറ്റക്കാരല്ല. മുനമ്പം നിവാസികൾ പറയുന്നു ഞങ്ങളുടെ അപ്പൂപ്പന്മാർ മുതൽ ഇവിടെ താമസിക്കുന്നവരാണ് ഞങ്ങൾ. ഒരിക്കൽ പോലും വഖഫ് എന്ന വാക്ക് ഞങ്ങൾ കേട്ടിട്ടില്ല. ഇന്ന് വന്നാണ് ഞങ്ങളെ അനധികൃതരാക്കുന്നത്. അവർക്ക് ഉണ്ടായിരുന്നത് സർക്കാർ ഉദ്യോഗസ്ഥർ തന്നെ അനുവദിച്ച താമസം, പഞ്ചായത്തിൻ്റെ രേഖകൾ, നികുതി അടച്ച തെളിവുകൾ ഒക്കെയുണ്ട്. അതുകൊണ്ടാണ് അവർ പറയുന്നത് വഖഫ് ഇപ്പോൾ കയ്യേറി വരികയാണ് എന്ന്. വഖഫ് ബോർഡിൻ്റെ നിലപാട് എന്താണെന്നല്ലേ? വഖഫ് ബോർഡ് പറയുന്നത് ഈ ഭൂമി പഴയൊരു ഇസ്ലാമിക ദാനത്തിലൂടെ വഖഫ് ആയതാണ്, പിന്നീട് അനധികൃതമായി താമസം തുടങ്ങിയതാണ് എന്നൊക്കെ. സർക്കാർ സംവിധാനങ്ങൾ രേഖകൾ ശരിയായി പരിശോധിച്ചില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ ജനങ്ങൾ കുടിയേറിയത് എന്നൊക്കെ. അവരുടെ വാദം എന്തെന്നാൽ വഖഫ് സ്വത്ത് പിരിച്ചെടുക്കുന്നത് നിയമപരമായ കടമയാണ് എന്നാണ്. കാരണം സാധാരണക്കാർ നേരിടുന്ന യഥാർത്ഥ പ്രശ്നം വീടുകൾ പൊളിക്കുമെന്ന് ഭീഷണി, ഒഴിപ്പിക്കൽ നോട്ടീസുകൾ, കുട്ടികളുടെ പഠനം മുടങ്ങുന്നു, വയോധികർ ആശങ്കയിൽ, സ്ത്രീകൾ ജോലി ഉപേക്ഷിച്ച സമരങ്ങളിൽ, ഇനി നാളെ എവിടെ താമസിക്കും എന്ന പേടി ഒക്കെ. ഇതുകൊണ്ടാണ് ഇത് വെറും ഭൂമി കേസ് അല്ല, മനുഷ്യജീവിത പ്രശ്നമാകുന്നത്. കോടതിയിൽ എത്തിയപ്പോൾ ഇത് നിയമ പോരാട്ടം ആയി മാറി. മുനമ്പം നിവാസികളും വഖഫ് ബോർഡും തമ്മിലുള്ള കേസ് പരിഗണിച്ച കേരള ഹൈക്കോടതിയിൽ ആണ് കോടതിയുടെ ഇടപെടൽ മൂലം താൽക്കാലിക സ്റ്റേ ഉത്തരവുകൾ, അന്തിമ വിധി വരും വരെ ഒഴിപ്പിക്കും, കരുത് എന്ന നിർദ്ദേശം എന്നിവയൊക്കെ ലഭിച്ചു. അതായത് ഇന്ന് വരെ ആളുകൾ അവിടെ തന്നെയാണ്. എന്നാൽ നിയമപരമായി അവരുടെ സ്ഥാനം അനിശ്ചിതമാണ്. മുനമ്പം ഒറ്റപ്പെട്ട കാര്യമല്ല. വഖഫ് ഭൂമി, സാധാരണക്കാരുടെ വീടുകളുമായി തർക്കം, വഖഫ് ബോർഡ്, വ്യാപാര സ്ഥാപനങ്ങളുമായി തർക്കം, വഖഫ്, സർക്കാർ, ജനങ്ങൾ തമ്മിലുള്ള കേസുകൾ ആയിരക്കണക്കിന്. പലയിടങ്ങളിലും ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ കാണാം. വഖഫ് ബോർഡ് സാധാരണക്കാരോട് ക്രൂരമായി പെരുമാറുന്നു. ഇത് മുനമ്പത്തെ രാഷ്ട്രീയവൽക്കരണത്തിലേക്ക് എത്തിച്ചു. മതവിഷയമായി, രാഷ്ട്രീയ ആയുധമായി, തിരഞ്ഞെടുപ്പ് വിഷയമായി മാറിക്കഴിഞ്ഞു. ചിലർ പറയുന്നു ഇത് മുസ്ലിം സ്ഥാപനങ്ങളുടെ അധികാര ദുരുപയോഗം എന്ന് തന്നെയാണ്. ചിലർ പറയുന്നു ഇത് ദരിദ്രർക്കെതിരായ സർക്കാർ, വഖഫ് അവഗണന. ഇതോടെ ജനങ്ങൾ ഇടയിൽ പെട്ടവർ ആയി. ഇന്നുള്ള യാഥാർത്ഥ്യം ആളുകൾ ഇപ്പോഴും അവിടെയാണ്. വഖഫ് ഭൂമി അവകാശവാദം നിലനിൽക്കുന്നു. സർക്കാർ വ്യക്തമായ പുനരധിവാസ പദ്ധതി പ്രഖ്യാപിച്ചിട്ടില്ല. സാധാരണക്കാർക്ക് സ്ഥിരതാമസത്തിൻ്റെ ഉറപ്പ് ഇല്ല. ഇവിടെ ഉയരുന്ന ഏറ്റവും വലിയ ചോദ്യങ്ങൾ ഒരു ഭൂമി കാലങ്ങളോളം സർക്കാർ നിയന്ത്രണത്തിലായിരിക്കെ പിന്നീട് എങ്ങനെ വഖഫ് ആയി മാറി? 2 പതിറ്റാണ്ടുകളായി താമസിപ്പിച്ച ആളുകൾ ഇന്ന് എങ്ങനെ അനധികൃതരായി? 3 വഖഫ് ആണെങ്കിലും മനുഷ്യരെ വഴിയാധാരമാക്കാനുള്ള അവകാശമുണ്ടോ? മുനമ്പം ഇന്ന് ഒരു തീരദേശ ഗ്രാമമല്ല. അത് വഖഫ് അധികാരം, സർക്കാർ ഉത്തരവാദിത്തം, മനുഷ്യാവകാശം എന്നിവ തമ്മിലുള്ള നേർക്കുനേർ പോരാട്ടത്തിൻ്റെ പ്രതീകമാണ് ഇവിടെ. തർക്കം ഭൂമിയിലേക്ക് മാത്രമല്ല, മനുഷ്യരുടെ ജീവിക്കാനുള്ള അവകാശത്തിലേക്കാണ്. കേരള ഹൈക്കോടതി ഇന്ന് മുനമ്പം വിഷയത്തിൽ നിർണായകമായ ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ചു. വഖഫ് ഭൂമിയാണെന്ന അവകാശവാദത്തെ തുടർന്ന് കഴിഞ്ഞ ഒരു വർഷത്തിലേറെയായി 400-ലധികം കുടുംബങ്ങൾ വലിയ അനിശ്ചിതത്വത്തിലായിരുന്നു.
ഇപ്പോൾ കോടതി വ്യക്തമാക്കിയിരിക്കുന്നത് ഇതാണ്: ഈ ഭൂമിയിൽ താമസിക്കുന്നവർക്ക് ഇനി വീണ്ടും ലാൻഡ് ടാക്സ് അടയ്ക്കാം. സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ആ നികുതി സ്വീകരിക്കണം. ഇതുവരെ ഉണ്ടായിരുന്ന എവിക്ഷൻ ഭീഷണി താൽക്കാലികമായി ഒഴിവാക്കി. അർത്ഥം ഒന്നാണ്. വഖഫ് ബോർഡിന്റെ അവകാശവാദത്തിന് ഇപ്പോഴത്തെ ഘട്ടത്തിൽ നിയമപരമായ മുൻതൂക്കം ഇല്ല എന്നാണ് കോടതിയുടെ നിലപാട്. മുനമ്പം നിവാസികൾക്ക് വലിയ ആശ്വാസം. നാളുകളായി സ്വന്തം വീടുകൾ നഷ്ടപ്പെടുമോയെന്ന് പേടിച്ച് ജീവിച്ചിരുന്ന മുനമ്പം നിവാസികൾക്ക് ഇത് വലിയ ആശ്വാസമാണ്. ലാൻഡ് ടാക്സ് അടയ്ക്കാൻ കഴിയുന്നത് തന്നെ അവർക്ക് അവരുടെ ഭൂമിയിൽ നിയമപരമായ അവകാശം നിലനിൽക്കുന്നു എന്നതിൻ്റെ ഒരു പ്രധാന തെളിവാണ്. മന്ത്രി പി രാജീവ് പറഞ്ഞത് എന്ത്? ഇന്ന് ഈ വിഷയം സംബന്ധിച്ച് പി രാജീവ് മാധ്യമങ്ങളോട് തുറന്നു പറഞ്ഞത് ഇങ്ങനെ: മുനമ്പത്ത് ഇനി ഒരു കുടുംബത്തെയും ഒഴിപ്പിക്കില്ല. ഹൈക്കോടതി ഉത്തരവ് സർക്കാർ പൂർണ്ണമായി പാലിക്കും. ജനങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടും. ഇതുമായി ബന്ധപ്പെട്ട എല്ലാ നടപടികളും നിയമപരമായി മാത്രം മുന്നോട്ടു പോകും. അതായത് സർക്കാർ നിലപാട് വ്യക്തമാണ്. മുനമ്പം നിവാസികൾക്ക് എതിരായി ബലപ്രയോഗം ഉണ്ടാകില്ല. വഖഫ് ഭൂമി എന്ന വാദം ഇപ്പോൾ എവിടെ നിൽക്കുന്നു? വഖഫ് ബോർഡ് ഈ ഭൂമി വഖഫ് ആണെന്നാണ് അവകാശപ്പെടുന്നത്. പക്ഷേ അതിനെതിരെ നിവാസികൾ ശക്തമായ നിയമ പോരാട്ടമാണ് നടത്തുന്നത്. കോടതി ഇന്ന് നൽകിയ ഉത്തരവ് വ്യക്തമാക്കുന്നത് ഇതാണ്: വഖഫ് അവകാശവാദം അന്തിമവിധി വരും വരെ സസ്പെൻഡ് നിലയിൽ. നിവാസികളുടെ അവകാശങ്ങൾ ഇപ്പോൾ താൽക്കാലികമായി സംരക്ഷിക്കപ്പെടും. സമരം ഇനി എന്താകും? 410 ദിവസങ്ങളായി നടന്നുവരുന്ന സമരത്തെക്കുറിച്ച് ഇനി സമരസമിതി അടുത്ത ദിവസങ്ങളിൽ തീരുമാനമെടുക്കും. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്: ഇന്നത്തെ ഹൈക്കോടതി ഉത്തരവ് മുനമ്പം ജനങ്ങൾക്ക് കിട്ടിയ ആദ്യ വലിയ നിയമവിജയമാണ്. ക്ലൈമാക്സ്, എൻഡിംഗ് ലൈൻ. വഖഫ് ഭൂമി എന്ന പേരിൽ സ്വന്തം വീടുകളിൽ നിന്ന് പുറത്താക്കപ്പെടാൻ പോകുന്ന സാധാരണ ജനങ്ങളുടെ പോരാട്ടത്തിൽ ഇന്ന് ന്യായം ഒരു ഘട്ടം മുന്നോട്ട് വന്നിരിക്കുകയാണ്. മുനമ്പത്ത് ഇന്ന് നിയമം ജനങ്ങൾക്കൊപ്പമാണ്. ഈ വിഷയം നിങ്ങൾക്കും നീതിയെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ. ഇത്തരത്തിലുള്ള യഥാർത്ഥ റിപ്പോർട്ടുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.